എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എളുപ്പത്തിലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം ചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. അതിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കരിവേപ്പില കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് സവാളയും ക്യാപ്സിക്കോ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പിന്നെ ഒരു ക്യാപ്സിക്കം, ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, ഒന്ന് വഴഞ്ഞ് വരാനായിട്ട്. അപ്പോൾ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇത് നമുക്ക് ഇത് നല്ലോണം വാട്ടിയെടുക്കാം. നല്ലോണം വാട്ടിയെടുക്കണം. ക്യാപ്സിക്കം ചേർക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ചിക്കൻ കറിക്ക്. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. 1 ടേബിൾ സ്പൂൺ മുളകും പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നല്ലോണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർക്കാം. 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലോണം അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് തക്കാളി വെന്ത് ഉടഞ്ഞ് വരുന്നത് വരെ നമ്മൾ അടച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക. അങ്ങനെ ചിക്കൻ്റെ മസാലക്കൂട്ട് ഒക്കെ പച്ചമണക്കം മാറി മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. മസാലക്കൂട്ടിലേക്ക് ഇറച്ചി നല്ലോണം പൊതിഞ്ഞ് നല്ലോണം മസാലക്കൂട്ട് പൊതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതീയിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഇതിലത്തെ വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിലത്തെ വെള്ളം തന്നെ ഇറങ്ങി വരും. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ചെറുതീയിൽ. അങ്ങനെ നമ്മളുടെ ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കട്ടെ. തുറന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് കറി നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്നും കൂടി നേരം ഇതേപോലെ തന്നെ ചെറുതീയിലേക്ക് എടുക്കട്ടെ. അങ്ങനെ നമ്മളുടെ ചിക്കൻ കറി റെഡിയായി. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല ചിക്കൻ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ നൂലപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല കറുത്ത് കുറുകിയ ചിക്കൻ കറി.